ഫ്രൂട്ട് പ്ലാന്റ്സിനും നമ്മൾ വളം ചെയ്യണം കേട്ടോ. നമ്മൾ സാധാരണഗതിയിൽ തെങ്ങിനും കവുങ്ങിനും ഒക്കെ വളം ചെയ്യുന്ന പോലെ തന്നെ അതിലേറെ പ്രാധാന്യമുള്ളതാണ് ഫ്രൂട്ട് പ്ലാന്റ്സിന് വളം ചെയ്യുക. കാരണം ഇത് ലെയർ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കായ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കാരണം കായ്ക്കുന്ന ബ്രാഞ്ചസ് എടുത്തിട്ടാണ് അതാണ് സയനായിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ബ്രാഞ്ചസ് പെട്ടെന്ന് തന്നെ കായ്ക്കാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വളപ്രയോഗം തുടക്കം തൊട്ട് തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ മണ്ണിൽ പുളിരസം കൂടുതലായതുകൊണ്ട് തന്നെ ഡോളമൈറ്റും കുമ്മായവും പകുതി എടുത്തിട്ട് ഏകദേശം 1 കിലോഗ്രാം ഒരു 3 വർഷം പ്രായമായ ഫ്രൂട്ട് പ്ലാന്റ്സിന് നൽകിയേ പറ്റൂ. അത് കഴിഞ്ഞ് 15 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉണങ്ങി പൊടിഞ്ഞ കാലിവളം, ആട്ടിൻ കാഷ്ടവും കോഴിക്കാഷ്ടവും മണിര കമ്പോസ്റ്റും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു 30 കിലോഗ്രാം എങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. ആ ഇടുന്നത് അതിൻ്റെ ഇലച്ചാർത്തിലായിരിക്കണം. എവിടെയാണോ ഇലകൾ പോയി അവസാനിക്കുന്നത് അവിടെയായിരിക്കും ഏറ്റവും നല്ല മണ്ണിൽ റൂട്ട് സോൺ ഉണ്ടാവുക, ആക്റ്റീവ് റൂട്ട് സോൺ. അവിടെയായിരിക്കണം പ്രയോഗം നടത്തേണ്ടത്. ഡീറ്റെയിൽ വീഡിയോ ഉണ്ട് കേട്ടോ.